Hello everyone, welcome to lesson 2.30 in Indian financial system. In this lesson we will deal with factors responsible for the poor performance of primary market. In our last class we dealt with reasons for the factors responsible for the strong growth of primary market. From that we move to the reverse side, or we move to the other side of the picture. We try to understand what are the factors responsible for the poor performance of primary market. ആദ്യത്തേത് adverse macroeconomic factors. നമ്മൾ കഴിഞ്ഞ ലെസണിൽ when we discussed reasons for the strong performance, we discussed about macroeconomic conditions, positive macroeconomic conditions. We discussed about strong GDP growth, domestic product. We discussed about per capita income, പ്രതിശീർഷക വരുമാനം അല്ലെങ്കിൽ ആളോഹരി വരുമാനം എന്ന് നമ്മൾ പറയുന്നതാണ്. ഓരോ ഇൻഡിവിജ്വലിനും എത്ര ഇൻകം ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇന്ത്യയിൽ, അതല്ലെങ്കിൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, ഇന്ത്യയിലെ മൊത്തം ആഭ്യന്തര ഉൽപാദനം എത്രയാണ് എന്നുള്ളത്. ഇത്തരം പാരാമീറ്റേഴ്സിനാണ് നമ്മൾ മാക്രോ ഇക്കണോമിക് പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ മാക്രോ എക്കണോമിക് പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ക്യാപിറ്റൽ മാർക്കറ്റ് ഈസ് സ്ട്രോങ്ലി കണക്റ്റഡ് വിത്ത് ഓൾ ദീസ് മാക്രോ ഇക്കണോമിക് ഫാക്ടേഴ്സ്. ഒരു രാജ്യത്തെ ആകമാനം അഫക്റ്റ് ചെയ്യുന്ന എക്കണോമിക് ഫാക്ടേഴ്സിനെയാണ് നമ്മൾ മാക്രോ ഇക്കണോമിക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ട് മാക്രോ എക്കണോമിക് ഫാക്ടേഴ്സ് ഒരു ഡിക്ലൈനിങ് ട്രെൻഡാണ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് പിക്ചറാണ് എന്നുണ്ടെങ്കിൽ naturally and automatically it will carry the same sentiment towards your capital market. ഉദാഹരണത്തിന് ഡിക്ലൈൻ ഇൻ ഇൻഡസ്ട്രിയൽ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഗ്രോത്ത്. നമുക്കറിയാം ഇൻഫ്രാസ്ട്രക്ചർ ഗ്രോത്ത് എന്ന് പറയുന്നത്, ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് അടിസ്ഥാന സൗകര്യം, തുറമുഖങ്ങൾ, പോർട്സ്, റോഡ്സ്, ബ്രിഡ്ജസ്, പിന്നെ ടെലികോം, ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂഷൻ, ഇതെല്ലാം നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഗ്രോത്ത് എന്ന് പറയുന്നതിൽ വരുന്നു. ഇൻഡസ്ട്രിയൽ ഗ്രോത്തും ഇൻഫ്രാസ്ട്രക്ചർ ഗ്രോത്തും ഡിക്ലൈൻ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് വരുമാനം കുറയാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും. കാരണം ഈ രണ്ട് സെക്ടേഴ്സ്, ഇൻഡസ്ട്രിയൽ ഗ്രോത്ത്, ഇൻഫ്രാസ്ട്രക്ചർ ഗ്രോത്ത്, ലീഡ്സ് ടു ട്രമെൻഡസ് എമൗണ്ട്സ് ഓഫ് കൺസംഷൻ. ഒരുപാട് പ്രൊഡക്ഷനും ഒരുപാട് കൺസംഷനും നടക്കുന്ന ഏരിയാസ് ആണ്. സിമെന്റ്, അയൺ ആൻഡ് സ്റ്റീൽ, ഇങ്ങനെ ഒരുപാട് കൺസംഷൻ നടക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പാർട്ട് ഫ്രം ദാറ്റ് ദീസ് ടു സെക്ടേഴ്സ് ജനറേറ്റ് ട്രമെൻഡസ് എംപ്ലോയ്മെന്റ്, ഒരുപാട് ജോലി സാധ്യതകൾ ഉയർത്തിക്കൊണ്ടുവരുന്ന രണ്ട് മേഖലകളാണ്. ഇവിടെ വരുന്ന എന്ത് വീക്ക്നെസ്സും എന്ത് ഡിക്ലൈനും വിൽ ഓട്ടോമാറ്റിക്കലി അഫക്ട് യുവർ ക്യാപിറ്റൽ മാർക്കറ്റ്. കാരണം ആളുകൾക്ക് ജോലി ഉണ്ടെങ്കിലേ വരുമാനമുള്ളൂ. ആളുകൾക്ക് ഇൻഫ്രാസ്ട്രക്ചർ കമ്പനികളിൽ ഉൽപാദനം നടന്നാൽ മാത്രമേ ആളുകൾക്ക് അത് ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു മാൻ പവർ അല്ലെങ്കിൽ റിസോഴ്സസിന്റെ ആവശ്യം വരുന്നുള്ളൂ. അപ്പോൾ ഇൻഡസ്ട്രിയൽ ഗ്രോത്തും ഇൻഫ്രാസ്ട്രക്ചർ ഗ്രോത്തും ഡിക്ലൈൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറലി സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് രാജ്യത്തിന്റെ ക്യാപിറ്റൽ മാർക്കറ്റ് അത് ഈസി ആയിട്ട് അത് അഫക്റ്റ് ചെയ്യുന്നു. കാരണം ഇറ്റ് ലീഡ്സ് ടു എൻ ഓവറോൾ ഡിപ്പ് ഇൻ ഇൻകം. പൊതുവെയുള്ള വരുമാനത്തെ അത് ഭയങ്കര സ്ട്രോങ് ആയിട്ട് ബാധിക്കുന്നുണ്ട്. കാരണം ഡിമാൻഡ് ഇല്ലെങ്കിൽ, അതാണ് പോയിന്റ് 2 നമ്മൾ വരികയാണ് ഇതിൽ നിന്ന്. ഇഫ് ദർ ഇസ് സിറ്റുവേഷൻ ഓഫ് പൂർ ഡൊമസ്റ്റിക് ഡിമാൻഡ്, സ്വാഭാവികമായിട്ട് ദർ വിൽ ബി എ ഡിക്ലൈൻ ഇൻ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത്. രാജ്യത്ത് പ്രൊഡക്ട്സ് വാങ്ങിക്കാൻ ആളുകൾ ഇല്ലെങ്കിൽ, ഇഫ് ദർ ആർ നോട്ട് ഡിമാൻഡ് ഫോർ യു പ്രൊഡക്ട്സ് വിത്തിൻ ദ കൺട്രി, then naturally what is the point in setting up industries? അല്ലേ? എന്തിനാണ് വ്യവസായം? വാങ്ങിക്കാൻ ആളില്ല. വ്യവസായശാലകളിൽ ഉൽപ്പാദിക്കപ്പെടുന്ന കമ്പ്യൂട്ടേഴ്സോ കാറുകളോ ബൈക്കുകളോ ഒന്നും വാങ്ങിക്കാൻ ആളുകൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ, there is poor domestic demand, it leads to decline in industrial growth. When there is a decline in industrial growth, why do you need to come to the capital market and try to collect money and try to set up further industries? വ്യാവസായിക വളർച്ച കുറയുന്നു. അതിന് കാരണം എന്താണ്? ഡിമാൻഡ് കുറയുന്നു. അങ്ങനെ ഡിമാൻഡും കുറയുന്നു, വ്യാവസായിക വളർച്ചയും കുറയുന്ന ഒരു അവസരത്തിൽ നിങ്ങൾ ക്യാപിറ്റൽ മാർക്കറ്റിൽ വന്ന് പുതിയതായിട്ടൊരു വ്യവസായം സ്ഥാപിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ യു വിൽ ബി ബാഡ്ലി അഫക്റ്റഡ്. അപ്പോൾ അതാണ് പറയുന്നത്, ഡിക്ലൈൻ ഇൻ ഇൻഡസ്ട്രി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഗ്രോത്ത് അഡ്വേഴ്സ്ലി അഫക്ട്സ് ദ ക്യാപിറ്റൽ മാർക്കറ്റ്. പൂർ ഡൊമസ്റ്റിക് ഡിമാൻഡ് അഡ്വേഴ്സ്ലി അഫക്ട്സ് ദ ക്യാപിറ്റൽ മാർക്കറ്റ്. നെഗറ്റീവ് എക്സ്പോർട്സ്, എന്നാൽ ശരി നമ്മുടെ രാജ്യത്ത് ഡിമാൻഡ് ഇല്ല, എന്നാൽ വിദേശത്ത് കൊണ്ടുപോയി വിൽക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിന് പോസിബിലിറ്റി ഇല്ല. യുവർ നെയ്ബറിംഗ് കൺട്രീസ് ഹാവ് ട്രേഡ് ഇഷ്യൂസ് വിത്ത് യു. They have kept their barriers high. നിങ്ങളുടെ നാട്ടിൽ നിന്ന് അങ്ങോട്ടേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്ട്സിന് അവർ ടാരിഫ്സ് കൂടുതൽ ചുമത്തുന്നു. സോ ഇറ്റ് ബിക്കംസ് ഇക്കണോമിക്കലി നോട്ട് വയബിൾ ഫോർ പീപ്പിൾ ഓവർ ദർ ടു പർച്ചേസ് ഫ്രം യു. നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഇല്ല. കാരണം നിങ്ങളുടെ രാജ്യത്ത് നിന്ന് വരുന്ന പ്രൊഡക്ട്സിന് വിദേശത്ത് ചെല്ലുമ്പോൾ ഭയങ്കരമായ ഡ്യൂട്ടീസ് ചാർജ് ചെയ്യുന്നു. അപ്പോൾ നോബഡി വിൽ ബൈ ഫ്രം യു. സോ യു ഹാവ് നെഗറ്റീവ് എക്സ്പോർട്സ്. നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു അവസ്ഥ വരുന്നു. ദെൻ ലാർജ് ബോറോയിങ്സ് ബൈ ദ ഗവൺമെന്റ്. ഗവൺമെന്റിന് ഒരുപാട് കടം സിറ്റിസൺസിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കേണ്ടി വരുന്നു. ഗവൺമെന്റിന് മറ്റ് വരുമാന മാർഗങ്ങൾ, ടാക്സേഷനിലൂടെ ഒന്നും വരുമാന മാർഗങ്ങൾ ഇല്ലാതെ വരുമ്പോൾ ഗവൺമെന്റ് ബോറോയിങ്ങിന് ശ്രമിക്കുന്നു. ഇറ്റ് നീഡ് നോട്ട് ബി സക്സസ്ഫുൾ ഓൾസോ. ബോറോ ചെയ്യാൻ ഗവൺമെന്റ് സിറ്റിസൺസിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ സിറ്റിസൺസിന്റെ കയ്യിൽ ലെൻഡ് ചെയ്യാൻ പണം ഉണ്ടാകുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെ വരുന്നുണ്ട്.
അടുത്ത പോയിന്റാണ് ഡിക്ലൈൻ ഇൻ ഡൊമസ്റ്റിക് സേവിങ്സ്. സമ്പാദിക്കാൻ ആളുകളുടെ കയ്യിൽ പണമില്ല. നാച്ചുറലി when you have decline in industrial or infrastructure growth leading to poor employment, there will be a decline in domestic savings. കയ്യിൽ ഉള്ള പണം എസെൻഷ്യൽ കാര്യങ്ങളായ ഫുഡ്, ഷെൽട്ടർ, ക്ലോത്തിങ്, മെഡിക്കെയർ, എഡ്യൂക്കേഷൻ ഇങ്ങനെയുള്ള പ്രൈമറി ആയുള്ള കാര്യങ്ങൾക്ക് മാറ്റിവെച്ച് കഴിയുമ്പോൾ there will be very less savings left. സേവിങ്സ് ഇല്ല എന്ന് തന്നെ പറയാം. സേവിങ്സ് ഉണ്ടെങ്കിലല്ലേ പിന്നീട് അതിനെ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ക്യാപിറ്റൽ മാർക്കറ്റിൽ കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ all these adverse economic factors, macroeconomic factors, will affect or will lead to poor performance of your primary market. Point 2 is failure to mobilize household savings. ഇത് പോയിന്റ് 1-ൽ നിന്ന് ക്യാരി ഫോർവേഡ് ചെയ്യുന്ന ഒരു പോയിന്റ് ആയിട്ട് വേണം നമ്മൾ കണക്കാക്കാൻ. പലപ്പോഴും ഹൗസ് ഹോൾഡ് സേവിങ്സ് ഉണ്ടെങ്കിൽ തന്നെ കമ്പനികൾക്ക് ഹൗസ് ഹോൾഡ് സേവിങ്സ് ടാപ്പ് ചെയ്യാൻ വേണ്ടി ഒരു പബ്ലിക് ഇഷ്യൂവിന് പോകാനുള്ള കോൺഫിഡൻസ് ചില സമയങ്ങളിൽ ഉണ്ടാകില്ല. എസ്പെഷ്യലി the company is not very sure about itself. കമ്പനിക്ക് അതിനെക്കുറിച്ച് തന്നെ വലിയ ഉറപ്പില്ലെങ്കിൽ അത് പബ്ലിക് ഇഷ്യൂവിന് പോകില്ല. അല്ലെങ്കിൽ if the economy is yet to recover fully from a downside, വളരെ പുവർ പെർഫോമൻസ്, വളരെ ഡിക്ലൈൻ സ്റ്റേജിൽ നിന്ന് ഒരു ഇക്കോണമി പതുക്കെ പിക്ക് ചെയ്യുന്ന ഒരു സ്റ്റേജിലാണ് നിങ്ങളുടെ പബ്ലിക് ഇഷ്യൂ വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. യു ആർ നോട്ട് കോൺഫിഡൻറ്റ് അബൌട്ട് ദ ഇക്കണോമിക് എൻവയൺമെന്റ്. അപ്പോൾ ഇങ്ങനെയുള്ള കേസുകളിൽ എന്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ firms or companies are reluctant to come out with public issues. അതിന് പകരം അവർ എന്ത് ചെയ്യും? അവരുടെ ഷെയർസ് പ്രൈവറ്റ് ആയിട്ട് പ്ലേസ് ചെയ്യും. വി ഡിസ്കസ് പ്രൈവറ്റ് പ്ലേസ്മെന്റ്. ഐ വിൽ ഗീവ് ഷെയർസ്, ഐ വിൽ പ്ലേസ് ഷെയർസ് വിത്ത് മൈ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. ഇതിനാണ് നമ്മൾ പ്രൈവറ്റ് പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. സോ കമ്പനീസ് വിൽ മൂവ് ഓൺ ടു പ്രൈവറ്റ് പ്ലേസ്മെന്റ്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രൈവറ്റ് പ്ലേസ്മെന്റ് നടത്തുന്ന വിവരം ഒരു പബ്ലിക് ഇഷ്യൂ അല്ലാത്തത് കൊണ്ട് പൊതുജനങ്ങൾ അറിയാൻ സാധ്യതയില്ല. പൊതുജനങ്ങൾ അറിയാത്തത് കൊണ്ട് തന്നെ അവരുടെ വീട്ടിലിരിക്കുന്ന സേവിങ്സ് റിമെയിൻ ഇൻ ദ പിഗ്ഗി ബാങ്ക് ഇറ്റ് സെൽഫ്. കുടുക്കപ്പെട്ടിയിൽ തന്നെ ഇരിക്കും. ഹൗസ് ഹോൾഡ് സേവിങ്സ് റിമെയിൻ വിത്തിൻ ദ പിഗ്ഗി ബാങ്ക്. അത് പുറത്തേക്ക് വരുന്നില്ല, അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആയി മാറുന്നില്ല. ബിക്കോസ് ദർ ആർ നോ പബ്ലിക് ഇഷ്യൂസ്. എവറിത്തിങ് ഈസ് ഗോയിങ് ബൈ പ്രൈവറ്റ് പ്ലേസ്മെന്റ്. പ്ലേസ്മെന്റ് ഈസ് ഡൺ. ഷെയർസ് ആർ പ്ലേസ്ഡ് വിത്ത് ഓൺലി ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് ഓഫ് ദ പ്രൊമോട്ടേഴ്സ്. എവിടെയാണ് പ്രശ്നം വരുന്നത്? അപ്പോൾ ഈ ഒരു ഇഷ്യൂ ലീഡ്സ് ടു പുവർ പെർഫോമൻസ് ഓഫ് യുവർ പ്രൈമറി മാർക്കറ്റ്. പോയിന്റ് 3, നെഗറ്റീവ് സെന്റിമെന്റ് ഇൻ സെക്കൻഡറി മാർക്കറ്റ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വി ഡിസ്കസ്ഡ് അബൌട്ട് റീസൺസ് ഫോർ ദ സ്ട്രോങ് പെർഫോമൻസ് ഓഫ് സെക്കൻഡറി മാർക്കറ്റിൽ നമ്മൾ ഓഫ് പ്രൈമറി മാർക്കറ്റിൽ നമ്മൾ പഠിച്ചു ബോയൻസി ഇൻ ദ സെക്കൻഡറി മാർക്കറ്റ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡറി മാർക്കറ്റ് ഈസ് വെരി ആക്റ്റീവ്. ഷെയർസ് എല്ലാം ആർ ട്രേഡിംഗ് അറ്റ് വെരി ഗുഡ് പ്രൈസസ്. ഓൾ ഷെയർസ് ആർ റിമൈനിങ് അഫ്ലോട്ട്. ഈ ഒരു കണ്ടീഷനിലാണ് സെക്കൻഡറി മാർക്കറ്റിൽ ഷെയർ പ്രൈസസ് ഫ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പീപ്പിൾ ആർ വെരി ഹാപ്പി. ഇതിന്റെ റിവേഴ്സ് സൈഡാണ് നമ്മളിവിടെ കാണുന്നത്, നെഗറ്റീവ് സെന്റിമെന്റ് ഇൻ സെക്കൻഡറി മാർക്കറ്റ്. നിങ്ങൾ 100 രൂപയുടെ ഷെയർ പ്രൈമറി മാർക്കറ്റിൽ പ്രൈമറി ഇഷ്യൂവിൽ വാങ്ങി 6 മാസം കഴിഞ്ഞ് വിൽക്കാൻ ചെല്ലുമ്പോൾ അതിന്റെ പ്രൈസ് 50 രൂപയാണെങ്കിൽ വിൽ യു എവർ ഇൻവെസ്റ്റ് അഗെയിൻ? യു വിൽ തിങ്ക് ട്വൈസ് ഓർ ഈവൻ ത്രൈസ്. നിങ്ങൾ വേണ്ടാന്ന് വയ്ക്കും. ബിക്കോസ് സെന്റിമെന്റ് ഇസ് നെഗറ്റീവ്. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഒരു ആവശ്യം വന്നപ്പോൾ അല്ലെങ്കിൽ ഒരു ആവശ്യവും ഇല്ലാത്തപ്പോൾ നിങ്ങൾ അതിന്റെ വില നോക്കുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്തതിലും താഴെയാണ് അതിന്റെ പ്രൈസ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു വിൽ സേ ഗുഡ് ബൈ ടു ദി സെക്കൻഡറി മാർക്കറ്റ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സെക്കൻഡറി മാർക്കറ്റിൽ ഒരു നെഗറ്റീവ് സെന്റിമെന്റ് ആണെങ്കിൽ സ്വാഭാവികമായിട്ട് പ്രൈമറി മാർക്കറ്റിൽ ഇഷ്യൂ ചെയ്യാൻ ആളുകൾ ധൈര്യപ്പെടില്ല. കാരണം 100 രൂപയ്ക്ക് ഷെയർ ഇഷ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വാങ്ങാൻ ആൾ വേണ്ടേ? എന്താണ് വാങ്ങാൻ ആൾ വരാത്തത്? 100 രൂപയ്ക്ക് ഷെയർ വാങ്ങിച്ചു കഴിഞ്ഞാൽ 6 മാസം കഴിയുമ്പോൾ ഷെയർ പ്രൈസ് കൂടുന്നതിന് പകരം ഷെയർ പ്രൈസ് കുറയുകയാണ് ചെയ്യുന്നത്. അതാണ് നെഗറ്റീവ് സെന്റിമെന്റ് ഇൻ സെക്കൻഡറി മാർക്കറ്റ്. അപ്പോൾ നെഗറ്റീവ് സെന്റിമെന്റ് ഇൻ സെക്കൻഡറി മാർക്കറ്റ് ലീഡ്സ് ടു പുവർ പെർഫോമൻസ് ഓഫ് പ്രൈമറി മാർക്കറ്റ്. പോയിന്റ് 4, ആബ്സെൻസ് ഓഫ് കോമ്പീറ്റന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് എഫിഷ്യന്റ് ഫങ്ഷണൽ പെർഫോമൻസ്. ഇതൊരു ടെക്നിക്കൽ പോയിന്റ് ആണ്. അടുത്ത കാലം വരെയും ഒരു പബ്ലിക് ഇഷ്യൂ മാനേജ് ചെയ്യുക എന്നുള്ള ഒരു സ്പെഷ്യലൈസ്ഡ് ആക്ടിവിറ്റി ആയിട്ട് കൺസിഡർ ചെയ്തിരുന്നില്ല. പലപ്പോഴും മെർച്ചന്റ് ബാങ്കിങ്ങിൽ, അതായത് ഒരു കമേഴ്ഷ്യൽ ബാങ്കിങ്ങിന്റെ കോർ ബാങ്കിങ് അല്ലാത്ത ഫങ്ഷൻസിനെയാണ് ലെൻഡിങ് ഓഫ് മണി ആൻഡ് ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്സ് ആണ് ഒരു ബാങ്കിന്റെ, ഒരു കമേഴ്ഷ്യൽ ബാങ്കിന്റെ കോർ ഫങ്ഷൻ ആയിട്ട് നമ്മൾ പറയുന്നത്. ഇതല്ലാതെ അവർ ഒരു പിടി ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്ന ആക്ടിവിറ്റീസിൽ ഒന്ന് മാത്രമായിരുന്നു ഇഷ്യൂ മാനേജ്മെന്റ്, പബ്ലിക് ഇഷ്യൂ മാനേജ്മെന്റ്. ആക്ച്വലി ഈ പബ്ലിക് ഇഷ്യൂ മാനേജ്മെന്റ് ഇസ് എ വെരി സ്ട്രെനുവസ് ആൻഡ് എ ഹൈലി സ്പെഷ്യലൈസ്ഡ് ആക്ടിവിറ്റി. അപ്പോൾ അങ്ങനെ കോമ്പീറ്റന്റ് ആയിട്ടുള്ള ഇഷ്യൂ മാനേജേഴ്സ് ഇല്ലാതിരുന്നത് മൂലം അനേകം പബ്ലിക് ഇഷ്യൂകൾ പരാജയപ്പെട്ടിട്ടുണ്ട്. either because they were not timed right, ശരിയായ സമയത്ത് ചെയ്തില്ല, or they were not priced right, കൃത്യമായ പ്രൈസിങ് നടന്നില്ല, they might have been priced too high, വാങ്ങാൻ ആളില്ലാത്ത അവസ്ഥ വരുന്നു. അങ്ങനെ പല പബ്ലിക് ഇഷ്യൂകളും അകാല ചരമമടഞ്ഞു. പല പബ്ലിക് ഇഷ്യൂകളും നെവർ സോ ലൈറ്റ് ഓഫ് ദി ഡേ.
വേണ്ട എന്നുള്ള അവസ്ഥയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു. നടത്തിയതാകട്ടെ വലിയ പബ്ലിക് റെസ്പോൺസ് ഒട്ട് ഉണ്ടാക്കിയുമില്ല. അതുകൊണ്ട് പ്ലാൻ ചെയ്തിരുന്ന ആക്ടിവിറ്റി ഒന്നും നടന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മൾ പറയുന്നത്, ആബ്സെൻസ് ഓഫ് കോമ്പീറ്റന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് എഫിഷ്യൻറ്റ് ഫങ്ഷണറീസ്. ശരിയായ സ്ഥാപനങ്ങളും ശരിയായ ആളുകളും പബ്ലിക് ഇഷ്യൂവിനെ കുറിച്ച് അഡ്വൈസ് നൽകാൻ കോമ്പിറ്റൻസി ഉള്ള ശരിയായ സ്ഥാപനങ്ങളും ആളുകളുടെയും ഇല്ലായ്മ പ്രൈമറി മാർക്കറ്റിന്റെ പൂർ പെർഫോമൻസിന് ഒരു റീസണാണ്. പോയിന്റ് 5 is exorbitant pricing of issues. എക്സോർബിറ്റന്റ് പ്രൈസിംഗ് ഓഫ് ഇഷ്യൂസ് എന്ന് പറയുന്നത് പ്രൈമറി മാർക്കറ്റിലെ ഒരു ബൂം പീരീഡുമായിട്ട് നമ്മൾ ചേർത്ത് വായിക്കേണ്ടതാണ്. നാട്ടിലുള്ളവനും ഇല്ലാത്തവനും എല്ലാവരും പബ്ലിക് ഇഷ്യൂ നടത്തുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എല്ലാ ആളുകളും പബ്ലിക് ഇഷ്യൂ നടത്തുന്നു. എന്ത് സാധനം പബ്ലിക് ഇഷ്യൂ നടത്തിയാലും അത് വാങ്ങാൻ ആളുകളാണ്. ഏത് വിലയ്ക്ക് ഷെയർസ് ഇഷ്യൂ ചെയ്താലും അത് വാങ്ങിക്കാൻ ആളുകളുണ്ട്. ഇതിനാണ് നമ്മൾ പറയുന്നത് എക്സോർബിറ്റന്റ് പ്രൈസിംഗ് ഓഫ് ഇഷ്യൂസ്. അതൊരു വേവ് ആണ്. സോ ദർ വർ മെനി ഫ്രോഡുലന്റ് പീപ്പിൾ ഹു റോഡ് ഓൺ ദ വേവ്. ആ വേവിന്റെ പുറത്തൂടെ സഞ്ചരിച്ച ആളുകളാണ് കൂടുതലും ഉണ്ടായിരുന്നത്. തോന്നിയ വിലയ്ക്ക് യാതൊരു സ്റ്റഡിയോ മാർക്കറ്റ് സ്റ്റഡിയോ പൊട്ടൻഷ്യൽ അതിനെക്കുറിച്ച് റിസർച്ച് ഒന്നും നടത്താതെ പബ്ലിക് ഇഷ്യൂ നടത്തുക, തോന്നിയ വിലയ്ക്ക് ഹൈ പ്രീമിയത്തിന് ഷെയർസ് ഇഷ്യൂ ചെയ്യുക, ആളുകൾ ഈയാമ്പാറ്റകളെ പോലെ ഓടിപ്പോയി അത് വാങ്ങിച്ചു കഴിഞ്ഞ് 6 മാസം നോക്കുമ്പോൾ പ്രൊമോട്ടറെ കാണാനില്ല, ഓണറെ കാണാനില്ല, ആരെയും കാണാനില്ല. യു വിൽ സീ ഓൺലി എ ബിഗ് ലോക്ക് ഓൺ ദ കമ്പനീസ് രജിസ്റ്റേർഡ് ഓഫീസ് അഡ്രസ്. മോസ്റ്റ് പ്രോബ്ലി ഇറ്റ് വിൽ ബി എ സ്മോൾ റൂം ഓൾസോ. അപ്പോൾ ഇതാണ് അവസ്ഥ. അങ്ങനെ ഇന്ന് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഫ്രീ പ്രൈസിംഗ് ഓഫ് ഇഷ്യൂസ് പെർമിറ്റ് ചെയ്ത ഒരു കാലഘട്ടത്തിന് ശേഷമാണ് സംഭവിച്ചത്. കൺട്രോളർ ഓഫ് ക്യാപിറ്റൽ ഇഷ്യൂസിന്റെ പവറൊക്കെ എടുത്ത് കളഞ്ഞു, ലിബറലൈസേഷൻ വന്നു. People were free to price their issue at whatever they felt was good for their issue. And there were people who burned their fingers badly by buying such shares. അപ്പോൾ എക്സോർബിറ്റന്റ് പ്രൈസിൽ വാങ്ങിയ ഷെയർസ് പിന്നീട് ഒന്നിനും കൊള്ളാതെ വന്നു കഴിഞ്ഞപ്പോൾ ആളുകൾക്ക് പ്രൈമറി മാർക്കറ്റ് എന്ന് പറയുന്നിടത്ത് പേടിയാവാൻ തുടങ്ങി. Investor confidence was shaken badly. This resulted in adverse publicity for your primary market. Primary marketന്റെ മോശം അവസ്ഥയ്ക്ക് ഒരു കാരണമാണ് എക്സോർബിറ്റന്റ് പ്രൈസിംഗ് ഓഫ് ഇഷ്യൂസ് ബൈ ഫ്ലൈ ബൈ നൈറ്റ് ഓപ്പറേറ്റേഴ്സ്. അടുത്തത് ആബ്സെൻസ് ഓഫ് ഡേറ്റ. ദിസ് ഇസ് സംതിങ് അഗെയിൻ ടെക്നിക്കൽ. നമ്മൾ നേരത്തെ ആബ്സെൻസ് ഓഫ് കോമ്പീറ്റന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് മാനേജേഴ്സ് എന്ന് പറഞ്ഞ പോലെ ഒരു പോയിന്റാണ് ആബ്സെൻസ് ഓഫ് ഡേറ്റ. സി, എനി പ്രോപ്പർ ഓർ ഇന്റലിജന്റ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ റിക്വയർസ് യു ടു ഗോ ത്രൂ ട്രെമൻഡസ് അമൗണ്ട്സ് ഓഫ് ഡേറ്റ. കമ്പനിയുടെ പാസ്റ്റ് പെർഫോമൻസ്, കമ്പനിയുടെ ക്യാഷ് ഫ്ലോ, കമ്പനിയുടെ സൈക്കിൾസ്, പ്രോഫിറ്റബിലിറ്റി സൈക്കിൾസ്, ഇതെല്ലാം നമ്മൾ അനലൈസ് ചെയ്താണ് നമ്മൾ ഇന്റലിജന്റ് ആയ ഒരു ഡിസിഷൻ എടുക്കുന്ന ഒരു കാര്യമാണ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. So anything which you need to do diligently or investmentally requires data. ഡേറ്റ ഇല്ലാതെ ഒരു കാര്യത്തിൽ കൃത്യമായിട്ട് നമുക്ക് തീരുമാനമെടുക്കാൻ സാധിക്കില്ല, അല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ കൃത്യമായ തീരുമാനമെടുക്കാൻ വേണ്ട ഡേറ്റ നിങ്ങൾക്ക് അവൈലബിൾ അല്ല, അല്ലെങ്കിൽ കമ്പനികൾ അത് തരാൻ തയ്യാറല്ലാത്തൊരു സിറ്റുവേഷൻ വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും either people will make a wrong decision or they will take no decision. അവർ ഒന്നുകിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട എന്ന് തീരുമാനിക്കും, അതല്ലെങ്കിൽ തെറ്റായി ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് കൈപൊള്ളി വീണ്ടും ഒരിക്കലും ഇൻവെസ്റ്റ് ചെയ്യാത്ത അവസ്ഥയിലേക്ക് നീങ്ങും. മറ്റൊരു റീസൺ ആയിരുന്നു ഇതിൻ്റെ കൂടെ പലപ്പോഴും ഒരു പ്രോസ്പെക്ടസ് കൊടുക്കണം എന്ന് പറയും. ഒരു പ്രോസ്പെക്ടസ് ഓരോ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ഒപ്പം ഒരു അബ്രിഡ്ജ്ഡ്, ഒരു കണ്ടൻസ്ഡ് പ്രോസ്പെക്ടസ് കൊടുത്താൽ മതി എന്നൊരു നിബന്ധന വന്നു. അപ്പോൾ പലപ്പോഴും ഈ കണ്ടൻസ്ഡ് പ്രോസ്പെക്ടസ് അല്ലെങ്കിൽ ഈ അബ്രിഡ്ജ്ഡ് പ്രോസ്പെക്ടസിൽ വേണ്ട ഡീറ്റെയിൽസ് കാണില്ല. ആൻഡ് ഇൻ യുവർ ഹറി ടു ബൈ ഷെയർസ് യു വിൽ ഫർഗെറ്റ് യുവർ ബേസിക് റിസർച്ച്. യു വിൽ ഫർഗെറ്റ് ദാറ്റ് ബേസിക് ഡാറ്റ ഈസ് ഓൾസോ നോട്ട് അവൈലബിൾ ആൻഡ് യു വിൽ ഗോ ആൻഡ് ഇൻവെസ്റ്റ് ആൻഡ് ദെൻ യു വിൽ ലൂസ് മണി. അങ്ങനെ പണം പോയി കഴിഞ്ഞ് വരുമ്പോൾ പിന്നീട് അവർക്ക് പ്രൈമറി മാർക്കറ്റിനെ കുറിച്ച് ഭയങ്കര മോശം അഭിപ്രായം. പണം പോയി കഴിയുമ്പോൾ എല്ലാവർക്കും ആ ഒരു എക്സ്പീരിയൻസ് പീപ്പിൾ ഡോണ്ട് ലൈക്ക് ടു റിപ്പീറ്റ് ഇറ്റ്, അല്ലേ? അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ പ്രൈമറി മാർക്കറ്റ് ദേ ബിക്കം അവേഴ്സ് ടു പ്രൈമറി മാർക്കറ്റ്. പ്രൈമറി മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട എന്ന് തീരുമാനിക്കുന്ന ഒരു അവസ്ഥയിലെത്തും. അപ്പോൾ ഇതാണ് പറയുന്നത് ആബ്സെൻസ് ഓഫ് ഡേറ്റ ഈസ് വൺ ഓഫ് ദ ഫാക്ടേഴ്സ് വിച്ച് ഹസ് ലെഡ് ടു പുവർ പെർഫോമൻസ് ഓഫ് പ്രൈമറി മാർക്കറ്റ്. ദ ലാസ്റ്റ് ഈസ് ഡെവലപ്മെന്റ്സ് ഇൻ ഇന്റർനാഷണൽ മാർക്കറ്റ്സ്. ഇന്റർനാഷണൽ മാർക്കറ്റുകളിൽ ഉള്ള ഏതൊരു ഡെവലപ്മെന്റും ഇന്ത്യൻ മാർക്കറ്റിനെ ബാധിക്കുന്നു. അതിൻ്റെ ഒരു റീസൺ നമ്മൾ കഴിഞ്ഞ ലെസണിൽ ഫാക്ടേഴ്സ് ഫോർ ഇംപ്രൂവ്ഡ് പെർഫോമൻസ് ഓഫ് പ്രൈമറി മാർക്കറ്റിൽ നമ്മൾ കണ്ടു. എമർജൻസ് ഓഫ് ടെക് കമ്പനീസ്. പല ടെക് കമ്പനീസിന്റെയും റിസോഴ്സ് ബേസ് അല്ലെങ്കിൽ ഓപ്പറേഷൻ ബേസ് ഓവർസീസ് ആണ്. ടേക്ക് ദി കേസ് ഓഫ് യുവർ സോഫ്റ്റ്വെയർ സ്റ്റോക്സ്, അല്ലേ? യു ടേക്ക് മെനി മേജർ സോഫ്റ്റ്വെയർ കമ്പനി, ദേ വിൽ ഹാവ് ഓഫീസസ് അക്രോസ് ദ ഗ്ലോബ്. പലപ്പോഴും യുണൈറ്റഡ് സ്റ്റേറ്റ്സിലും യൂറോപ്പിലും ഒക്കെ ഇത്തരം സ്ഥാപനങ്ങൾക്ക് ഓഫീസസും വർക്കിംഗ് ഫെസിലിറ്റീസും ഉണ്ട്. ഇവരുടെ എല്ലാം പ്രധാനപ്പെട്ട, സപ്പോസ് ഡൊണാൾഡ് ട്രംപ് ഡിസൈഡ്സ് ദാറ്റ് ഫ്രം ടുമോറോ ഓൺവേർഡ്സ് he will not permit issuance of visas to Indian software professionals to work in the US because he feels that they are taking away, they are stealing jobs there. അങ്ങനെ വന്നു കഴിയുമ്പോൾ
ഇന്ത്യൻ കമ്പനികളുടെ ബുദ്ധിമുട്ടിലാവുന്നത്. കാരണം ഇന്ത്യൻ കമ്പനികളുടെ ഒരു പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എസ്പെഷ്യലി ഇൻ സോഫ്റ്റ്വെയർ is that they are able to save on manpower costs. Qualified, skilled, technically qualified engineers in US കൊടുക്കുന്നതിനേക്കാൾ maybe 1/4 the price you can get an Indian engineer to fly to the US, stay there, do an on-site job, and then come back again after his project is over. For that you require a visa. And Mr. Trump has realized that jobs for American citizens are just not available. These are being taken away by qualified, low-paid Indian citizens. We will create an issue on that. അങ്ങനെ വന്നു കഴിയുമ്പോൾ naturally your earnings drop, your profitability comes down. You have to recruit compulsorily. You have to recruit American citizens. You have to be paid high. Your profitability comes down. So either you operate on low profits, or you decide not to take up overseas assignments anymore. Both of which will hurt your profits. അപ്പോൾ അങ്ങനെ നമ്മളുടെ പ്രോഫിറ്റ് കുറഞ്ഞു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ കമ്പനിക്ക് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാൻ പറ്റുന്നില്ല. ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ നിങ്ങളുടെ ഷെയർ പ്രൈസ് കുറയുന്നു. നിങ്ങളുടെ ഷെയർ പ്രൈസ് കുറയുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും പ്രൈമറി മാർക്കറ്റിൽ മറ്റൊരു ഇഷ്യൂമായി ചെല്ലാൻ സാധിക്കില്ല. ബിക്കോസ് യു ഹാവ് ഓൺലി പുവർ പെർഫോമൻസ് ടു ഷോ. നിങ്ങൾ വീണ്ടും ഒരു ഷെയർ ചെല്ലുമ്പോൾ പീപ്പിൾ വിൽ തിങ്ക് എന്ത് ഡിവിഡൻഡ്, ഒരു ഡിവിഡൻഡ് ഇല്ല. ഫോർ ദ പാസ്റ്റ് 2-3 years, tremendous loss after loss, year after year. So if you go to try to tap the primary market in such conditions, you will come down. What is the reason for all this? Some development in some other country. ഇന്ത്യയിൽ നടന്ന പ്രശ്നമല്ല, മറ്റൊരു വിദേശ രാജ്യത്ത് നടന്നൊരു ഡെവലപ്മെന്റ് ആണ്. ഇതാണ് നമ്മൾ പറയുന്നത്, ഡെവലപ്മെന്റ്സ് ഇൻ ഇന്റർനാഷണൽ മാർക്കറ്റ്സ് മേ adversely affect Indian capital market, leading to poor performance of Indian primary market. അപ്പോൾ ഇത്രയുമാണ് reasons for the poor performance of primary market. We'll try to summarize it once again. First is adverse macroeconomic factors. Second is failure to mobilize household savings. Point 3, negative sentiments in secondary market. Point 4, absence of competent institutions and efficient functional performance. Point 5, exorbitant pricing of issues, highly priced issues. Point 6, unavailability of data. And point 7, adverse developments in international markets. With this, we come to reasons for the poor performance of primary market, or factors responsible for the poor performance of primary market. Now, next chapter, having seen factors responsible for the poor performance of primary market, we'll deal with steps taken by SEBI to strengthen or iron out the weaknesses of primary market. Until then, thank you and goodbye.